അങ്ങ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണാൻ പോകുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ ഇന്നലെ CPM-ന്റെ ഭാഗത്തു നിന്ന് വന്ന 2 റിയാക്ഷനുണ്ട്. ഒന്ന് അങ്ങയെക്കുറിച്ചുള്ള റിയാക്ഷനാണ്. അങ്ങ് ഇടതുപക്ഷത്തെ ഒറ്റിപ്പോയ യൂദാസാണ് എന്നാണ് CPM-ന്റെ നിലപാട്. അങ്ങയോടുള്ളൊരു മടുപ്പ് മണ്ഡലത്തിൽ CPM-ന് ഗുണകരമാകുമെന്ന് CPM വിശ്വസിക്കുന്നു. 2000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ആ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് CPM ആണ്, അത് PV Anwar അല്ല എന്നതാണ് അവരുടെ ക്യാമ്പയിൻ. LDF തുടരും, നിലമ്പൂർ വളരുമത്രേ. തീർച്ചയായിട്ടും അതിന് പ്രസ് മീറ്റിൽ ഞാൻ പ്രധാനമായിട്ടും ആ കാര്യങ്ങൾ വിസ്തരിക്കപ്പെടുന്നുണ്ട് ഡോക്ടർ. അതുകൊണ്ട് നമ്മൾ സമയം ഈ വിഷയത്തിൽ കളയാതിരിക്കുന്നതായിരിക്കും അങ്ങേക്കും എനിക്കും നല്ലത്. 9 മണിയുടെ പ്രസ് മീറ്റിൽ ആ കാര്യങ്ങൾ കൂടി വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അങ്ങേ ഒറ്റുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് CPM. അതേസമയം മറുഭാഗത്ത് ഈ ദേശീയപാതയുടെ വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, ഇവിടെ ഒറ്റുകാരൻ ആരാണ്, ജൂദാസ് ആരാണ് എന്നുള്ളത് നമുക്ക് വിസ്തരിക്കാം. അത് വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. അത് പാവം ഗോവിന്ദൻ മാഷ്, എനിക്കിപ്പോഴും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അതൊന്നും അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് പറയുന്നതല്ല, വായ കൊണ്ട് എഴുതി കൊടുക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് പറയേണ്ട ഗതികേടിലുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറി. അതിൻ്റെ ഭാഗമായി പറയുന്നതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ആ അർത്ഥത്തിൽ അതിനെ എടുക്കുന്നുള്ളൂ. ഒരിക്കലും ഞാൻ ജൂദാസ് അല്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന, ഞാൻ എന്തുകൊണ്ടാണ് ആ പ്രസ്ഥാനം വിട്ട് പോരേണ്ടി വന്നത്, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളുടെ കത്ത് നേരിട്ട് നൽകിയ വ്യക്തിയാണ് ഈ പറയുന്ന ഗോവിന്ദൻ മാഷ്. അദ്ദേഹത്തിന് എല്ലാ വസ്തുതകളും അറിയാം. അദ്ദേഹം ഏത് രീതിയിലാണ് ആ കാര്യത്തോട് എന്നോട് പ്രതികരിച്ചതെന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതൊക്കെ ഞാൻ വെളിവാക്കുന്നില്ല, അതൊരു ശരിയല്ലാത്തതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളായി നിങ്ങൾ കാണേണ്ട, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും അരുമാൻ്റെയും വാക്കുകളായി കണ്ടാൽ മതി. ആരാണ് യഥാർത്ഥ ജൂദാസ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു PV Anwar. എന്തായാലും നമുക്ക് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. താങ്ക് യു PV Anwar. അങ്ങയുടെ വാക്കുകൾക്ക് ഈ സമയത്ത് എന്തായാലും നല്ല മഴക്കാലമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ചൂട് പിടിക്കും ഇത്തവണ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ്. അപ്പോൾ സജീവമായി അങ്ങും ഉണ്ടാവട്ടെ. നമുക്ക്